നമസ്കാരം, ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ആനവേട്ടയിൽ സമഗ്ര അന്വേഷണത്തിന് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ സഹായം തേടുമെന്ന് വനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആനവേട്ടയിൽ കേരളത്തിന് പുറത്തും കുറ്റവാളികൾ ഉണ്ടെന്നാണ് നിഗമനം. അതേസമയം കേസിലെ പ്രതി ഐക്കരമറ്റം വാസുവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വി.എസ്. സുനിൽകുമാർ എം.എൽ.എ. ആരോപിച്ചു. വി.എസ്. സുനിൽകുമാർ എം.എൽ.എയുടെ സബ്മിഷന് മറുപടി നൽകവെയാണ് ആനവേട്ട കേസിൽ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ സഹായം തേടുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത്. വനംവകുപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഏജൻസിയാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ. ആനവേട്ട കേസ് അന്വേഷണം സംസ്ഥാനത്തുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും കേസിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള സംഘങ്ങൾക്കും പങ്കുണ്ടെന്നാണ് നിഗമനമെന്നും തിരുവഞ്ചൂർ സഭയെ അറിയിച്ചു. ഐക്യവാസുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ 4-അംഗ സംഘം മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗയിൽ എത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഐക്യവാസുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വി.എസ്. സുനിൽകുമാർ ആരോപിച്ചു. ആനവേട്ട കേസിൽ സർക്കാരിന് വീഴ്ചയുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും സ്പീക്കർ അനുമതി നൽകിയില്ല. തുടർന്നാണ് ഈ വിഷയം സബ്മിഷനായി ഉന്നയിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. സബ്മിഷൻ ഉന്നയിച്ച ശ്രീ വി.എസ്. സുനിൽകുമാർ എം.എൽ.എ., പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ ജോൺ പെരുവന്താനം, പ്രൊജക്ട് എലിഫന്റ് മുൻ ടാസ്ക് ഫോഴ്സ് അംഗം ഡോക്ടർ ഈസ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ വി.എസ്. സുനിൽകുമാർ, കേരളത്തിൽ നടന്ന ആനവേട്ട, ആനക്കൊമ്പ് കച്ചവടം, ഇത് വനം വകുപ്പിലെ വെള്ളാനകൾ, വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന നിലയിൽ താങ്കൾ ആരോപണം ഉന്നയിക്കാൻ എന്താണ് കാരണം? അതിന് പ്രധാനമായ കാരണം 27 ആനകളെ വെടിവെച്ചു കൊന്നു എന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയതല്ല. ഈ വെടിവെപ്പ് ഈ ആനവേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ വേട്ടക്കാർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി പോയ കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഇതിനകത്തുള്ള ഒരു പ്രതി കരിമ്പാലി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വന്ന് സ്വമേധയെ കൊടുത്ത മൊഴിയാണ്. അന്ന് പോലീസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ മൊഴി വിശ്വസിക്കാതെ അയാളെ ഒരു ഭ്രാന്തനായി ചിത്രീകരിച്ചുകൊണ്ടാണ് അയാളെ അവിടെ ഓടിക്കേണ്ടായത്. അതിനുശേഷം ഇദ്ദേഹം വീണ്ടും ഇടമലയാർ ഫോറസ്റ്റ് ഓഫീസിൽ വന്ന് മൊഴി കൊടുത്തപ്പോൾ ഇയാൾ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന പല സ്ഥലത്തും പോയി അന്വേഷിച്ചപ്പോൾ 4 സ്ഥലത്ത് ആനയുടെ വേട്ട നടത്തിയതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഒരു ആന ഒരു സ്ഥലത്ത് വെടിയേറ്റ് ചെരിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജഡം ചീഞ്ഞ് നാറുകയും അതിന്റെ ദുർഗന്ധം കിലോമീറ്ററുകൾ ഉണ്ടാവുകയും ഈ വനത്തിന്റെ മുകൾ ഭാഗത്ത് പരുന്തുകളും കാക്കകളും പറക്കുന്ന രംഗം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും മൃഗം ചത്തുവെന്ന് മനസ്സിലാക്കി അവിടെ എത്തി പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടെ പരിശോധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ 27 ആനകളെ വെടിവെച്ച് കൊന്നതിന്റെ പിന്നിൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നടന്നിരിക്കുന്ന വേട്ടയാണ്. ഇതൊരു ചെറിയ സംഭവമായിട്ട് കാണാൻ കഴിയില്ല. ഐവറി ട്രേഡിംഗ് ഇന്ന് ഏറ്റവും ശക്തമായി നടക്കുന്ന ഒരു ഹബ്ബ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ശ്രീലങ്ക വഴിയുള്ള ഒരു ട്രേഡിംഗ് ആണ്. ആനവേട്ട മാത്രമല്ല, ഐവറി ട്രേഡിങ്ങിന്റെ ഒരു വലിയ ലിങ്കായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഐവറി ട്രേഡിംഗ് മാത്രമല്ല, ആനവേട്ടയും മാത്രമല്ല, ഇതിനകത്ത് വലിയ തോതിലുള്ള മൃഗവേട്ടകളും ഈ വളരെ കോസ്റ്റ്ലി ആയിരിക്കുന്ന വന്യമൃഗ സമ്പത്തിന്റെ വലിയ ട്രേഡിങ്ങും ഇന്ന് കേരളത്തിലെ വനത്തിനകത്ത് നടക്കുകയാണ്. അതിന്റെ പിന്നിൽ അത് തടയുന്നതിന് വനം വകുപ്പ് പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, വനം വകുപ്പിലെ ഉന്നതന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തമോ അവരുടെ സപ്പോർട്ടോ ഇല്ലാതെ ഒരിക്കലും ഇത്രയും വലിയ ഷെഡ്യൂൾ 1-ൽപ്പെട്ട പ്രോജക്റ്റ് എലഫന്റ് നടപ്പാക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഗവൺമെന്റിന്റെ വകുപ്പിന്റെ കീഴിൽ വരുന്ന വെള്ളാനകളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടിയും അവരുടെ പിൻബലത്തോടും കൂടിയാണ്. ഇപ്പോ ഐക്കരവാസു ഇതിലെ 1-ാം പ്രതിയാണെന്ന് പറയുന്നു. ഐക്കരവാസു അല്ല പ്രധാന പ്രതി. ഐക്കരവാസു ഒരു നല്ല ഷാർപ്പ് ഷൂട്ടറും ഒരു വേട്ടക്കാരനും മാത്രമാണ്. ഈ വേട്ടക്കാരൻ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആനകൾ ആർക്ക് വേണ്ടി വേട്ടയാടുന്നു? ഇവിടെ 27 ആനകൾ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ 27x2 അത്രയും കൊമ്പുകൾ എവിടെ പോയി? അത് സീസ് ചെയ്യാൻ ഗവൺമെന്റ് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ഇപ്പൊ ഐക്കരവാസു ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. വ്യാപം അഴിമതി കേസിന് സമാനമായിട്ടുള്ള അതിന്റെ ഒരു ചെറിയ രൂപം ഈ ആനവേട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്നു എന്നതിന്റെ ഒരു സംശയം ഉണ്ടായിരിക്കുന്നു. ഐക്കരവാസു ആത്മഹത്യ ചെയ്താണോ അയാളെ കൊലപ്പെടുത്തിയതാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ ആഭ്യന്തര വകുപ്പുമായി ചേർന്നുകൊണ്ടൊരു അന്വേഷണത്തിനും ഇതുവരെ പോലീസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറായിട്ടില്ല. ശ്രീ വി.എസ്. സുനിൽകുമാർ, എങ്ങനെയാണ് ആ രീതിയിൽ ഒരു പ്രവർത്തനം നടന്നത്? കാരണം പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ നിന്ന് തുടർച്ചയായി ആനകളെ വെടിവെച്ച് കൊല്ലുന്നു, അതിൻ്റെ കൊമ്പെടുക്കുന്നു. ഒരു ആനക്കൊമ്പ് ഏതാണ്ട് 30 കിലോ വരും. ഒരു ആനയ്ക്ക് 60 കിലോ കൊമ്പ്, 1 കിലോ കൊമ്പിന് ഏതാണ്ട് 1 ലക്ഷം രൂപയാണ് ഈ കള്ളക്കടത്തിൽ വില നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കൊമ്പ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് അത് കാലടിയിലെ ഒരു ലോഡ്ജിൽ വെച്ചാണ് ഒരു പ്രാവശ്യം ഐക്കരമറ്റം വാസുവിൽ നിന്ന് അവർ കൊമ്പ് വാങ്ങിയത് എന്നാണ്. ഈ കൊമ്പ് റോഡ് മാർഗം തിരുവനന്തപുരത്ത് എത്തിക്കുന്നു. ഭരണസിരാ കേന്ദ്രത്തിൽ വച്ചാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കച്ചവടം. അത് പിന്നീട് കരകൗശല വസ്തുവായി രൂപം മാറുന്നു. ആ കരകൗശല വസ്തു വിഴിഞ്ഞത്ത് നിന്ന് ബോട്ട് മാർഗം
ശ്രീലങ്കയിലേക്കും നേപ്പാളിലേക്കും പോകുന്നു എന്ന് പറയുന്നു. അതല്ല, കൊൽക്കത്തയിലേക്ക് ആലുവയിൽ നിന്ന് പോകുന്നു എന്ന ആക്ഷേപവും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നു. അപ്പോൾ വനം സംരക്ഷിക്കേണ്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നില്ല. അതിനുശേഷം ഈ പറയുന്ന നിരോധിക്കപ്പെട്ട ഈ കച്ചവടം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചു തന്നെ നടക്കുന്നു. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പേരെ ഇതിൽ പിടികൂടിയിരിക്കുന്നത്. എവിടെയാണ് സർക്കാരിൻ്റെ വീഴ്ച? ആഭ്യന്തര വകുപ്പും വനം വകുപ്പും പരാജയപ്പെട്ടതിനെക്കുറിച്ച് നിയമസഭയിൽ എന്ത് മറുപടിയാണ് അവർ നൽകിയത്? ഒരു മറുപടിയും ഗവൺമെന്റ് നൽകിയില്ല. കാരണം ഇതിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ ടെറിട്ടോറിയൽ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ ആവശ്യമായിട്ടുള്ള പെട്രോളിംഗ് നടക്കുന്നില്ല. ഈ ഫോറസ്റ്റ് ഡിവിഷനിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ ആരും ഫോറസ്റ്റ് കണ്ട എത്ര ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്തുണ്ട്? ഫോറസ്റ്റ് കണ്ട ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ ചീഫായിരിക്കുന്ന ആൾ മുതൽ ഇവിടെ ഇരിക്കുന്ന PCCF-മാരും PCCCF-മാരും എന്നൊക്കെ പറയുന്ന ആളുകൾ ആരും ഫോറസ്റ്റിനകത്ത് പോകുന്ന ആൾക്കാരല്ല ഇവരാരും. അവരുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഇവിടെ ഈ ആനവേട്ട നടന്നു എന്നതിന്റെ വിവരങ്ങൾ ലഭിക്കാൻ ആവശ്യമായ ഇന്റലിജൻസ് സംവിധാനം തകർന്നുപോയി. തമിഴ്നാട്ടിലും കർണാടകയിലും പോലുള്ള വനങ്ങളിൽ വൻതോതിലുള്ള വേട്ടയ്ക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പെട്രോളിങ്ങും അതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൽ അതിനാവശ്യമായ ഒരു സംവിധാനം ഇവിടെ ഒരുക്കുന്നില്ല. ഈ ആന വേട്ടയാടി കിട്ടിയിരിക്കുന്ന കൊമ്പ് തിരുവനന്തപുരത്തേക്ക് പോകണം, റോഡ് മാർഗം വേണമല്ലോ പോകണമെങ്കിൽ. അപ്പോൾ റോഡ് മാർഗം ഇത്രയും വില പിടിച്ച നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തു കടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് വന്നാൽ അത് വളരെ അപകടകരമായ ഗുരുതരമായിട്ടുള്ള വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഫോറസ്റ്റിനകത്ത് നടക്കുന്ന പെട്രോളിങ്ങോ ഇന്റലിജൻസ് റിപ്പോർട്ടോ വേട്ടക്കാരെ തടയാൻ ആവശ്യമായ നടപടികളോ ഇല്ല എന്ന് മാത്രമല്ല, ഇവിടെ ഈ ആന കൊമ്പ് കടത്തിക്കൊണ്ടുപോകാൻ റോഡ് മാർഗേണ ഇവർക്ക് കഴിയുന്നു എന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം കൂടി ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിവിടെ ആഭരണ ഇത് പല രൂപത്തിലുള്ള ശില്പങ്ങളും മറ്റ് കരകൗശല വസ്തുക്കളും ആയതിനു ശേഷം വിഴിഞ്ഞം കൂടി ശ്രീലങ്കയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സ്ഥലം എന്ന് പറയുന്നത് കൊറിയ, തായ്ലൻഡ് അങ്ങനെയുള്ള രാഷ്ട്രങ്ങളിൽ വൻതോതിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ എന്ന് പ്രകാശ് പറയുന്നുണ്ടല്ലോ. 1 ലക്ഷമല്ല, അതിൻ്റെ 5ഉം 10ഉം ഇരട്ടി വിലയ്ക്കാണ് ആനക്കൊമ്പിന്റെ ഇത് ഉൽപ്പന്നമായി മാറിക്കഴിഞ്ഞാൽ അതിന്റെ വിലയായി വരുന്നത്. അപ്പോൾ ഇത്രയും അധികം ആനക്കൊമ്പ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കോടാനുകോടി രൂപയുടെ വലിയൊരു ട്രേഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. കേരളം മയക്കുമരുന്ന് 8000 കോടിയുടെ മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറിയെന്ന് പോലീസ് തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്നിനോടൊപ്പം തന്നെ കേരളം ഇതുപോലെയുള്ള ആനവേട്ട, ഇപ്പോൾ ആനവേട്ട മാത്രമല്ല, ഇവിടെ മ്ലാവിന്റെ ഇറച്ചി, കാട്ടുപോത്തിന്റെ ഇറച്ചി, മാനിറച്ചി, കരടി നെയ്യ് തുടങ്ങിയ സാധനങ്ങൾ ഡോർ ഡെലിവറി നടത്ത സംഘം പോലും ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പുതിയതായി വിവരം കിട്ടിയിരിക്കുന്നത്. ഇതുമായി അന്വേഷിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ കാട്ടിനകത്ത് കയറി അന്വേഷിച്ചപ്പോൾ ആനകളെ പോലും കാണാൻ കഴിയുന്നില്ല. 1200 ആനകളായി കുറഞ്ഞ് കാട്ടാനയുടെ ഈ ആണാനയുടെ പിന്നെ കൊമ്പനാനയുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നത് പറയുന്നു. കൊമ്പനാനയുടെ എണ്ണം കുറഞ്ഞാൽ പ്രജനനം അവസാനിക്കുകയാണ്. ഒരു ആനക്കൂട്ടത്തിൽ 20 പിടിയാനകളോ ഇപ്പോൾ കോതമംഗലം MLA ശ്രീ TU കുരുവിള ടെലിഫോൺ ലൈനിൽ. ശ്രീ TU കുരുവിള, താങ്കളുടെ നിയോജക മണ്ഡലവുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഈ വേട്ടക്കാർ അധികവും പ്രവർത്തിച്ചിരിക്കുന്നത്. അതിൽ ഈ ഐക്യരമറ്റം വാസു ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസതി നോക്കുമ്പോൾ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയ ചെറിയൊരു കൂര, അതിൽ ഭാര്യയും അമ്മയും രോഗിയായ മകനും. 1 കിലോ ആനക്കൊമ്പിന് 1 ലക്ഷം രൂപ എന്ന നിലയ്ക്ക് വാസുവിന് നൽകിയെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രചരിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആനവേട്ട അവിടെ നടക്കുന്നത്? ആരാണ് ഇതിന് പിന്നിൽ? ഇതിന് പിന്നിൽ ആരാണെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. അവിടെ ആനവേട്ട എന്നത് ഇപ്പോൾ ആനകളുടെ ശല്യം അവിടെ കൂടി വന്നിരിക്കുകയാണ്. കൃഷിക്കാരുടെ കൃഷിസ്ഥലം മുഴുവനും നശിപ്പിക്കുന്നു. അതിന് യാതൊരു രീതിയിലും ഒരു പ്രതിഫലം കിട്ടുന്നില്ല. അവരാകെ അസ്വസ്ഥരാണ്. ഈ അസ്വസ്ഥരായിരിക്കുന്ന കാരണം അവരുടെ പ്രതികരണമായിരിക്കും ഈ ഇതുപോലെയുള്ള നീച പ്രവൃത്തികൾക്ക് കാരണമാകുന്നത്. അങ്ങനെ അതിലേക്ക് അവർക്കൊരു ആവേശം കിട്ടി അതുവഴി അവർ ഉണ്ടായതായിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ആനയുടെ ഏറ്റവും വലിയ ശല്യമായി ഇപ്പൊ മാറിയിരിക്കുകയാണ്. കൃഷിസ്ഥലങ്ങളെല്ലാം നശിപ്പിക്കുകയും വാസ്തവത്തിൽ നമ്മൾ ഈ കൃഷിസ്ഥലം കണ്ടാൽ നമുക്ക് തന്നെ വലിയ ഒരു വേദന തോന്നും. വാഴ കുളച്ചു നിൽക്കുന്ന വാഴ. ശ്രീ TU കുരുവിള, കുലച്ചു നിൽക്കുന്ന വാഴകൾ ആന കളയുന്നു, ജനങ്ങൾ കൃഷി ചെയ്ത വസ്തുക്കൾ നശിപ്പിക്കുന്നു, കൃഷി നശിപ്പിക്കുന്നു. അതിന് ആ പ്രദേശത്തെ ജനങ്ങൾ
പടക്കമെറിഞ്ഞോ അല്ലെങ്കിൽ നാടൻ തോക്ക് ഉപയോഗിച്ചോ തൽക്കാലം ആനയെ വിരട്ടുക, അതുപോലും നിയമപരമായി ശരിയല്ല. ഇവിടെ താങ്കൾക്കറിയാമല്ലോ അതല്ല നടന്നിരിക്കുന്നത്. ഐക്കരമറ്റം വാസു എന്ന് പറയുന്ന താങ്കളുടെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട വ്യക്തി, ഇതിലിപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നവർ താങ്കളുടെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആളുകൾ, ഇവർ വനത്തിനകത്തേക്ക് കയറുകയാണ്. വാഴച്ചാൽ വരെ അതല്ലെങ്കിൽ തമിഴ്നാട് അതിർത്തി വരെ പോയി കാട്ടിൽ വെച്ച ആനകളെ കൊന്ന്, അതായത് നാട്ടിലേക്ക് വന്ന ആനകളെയല്ല കൊന്നിരിക്കുന്നത്, ആനകളുടെ മൃതദേഹം, അതിൻ്റെ ശരീരഭാഗങ്ങൾ അത് കണ്ടെടുത്തിരിക്കുന്നു. അതെല്ലാം നിബിഡ വനത്തിനകത്താണ്. അകത്ത് പോയി ആനയെ വെടിവെച്ച് കൊന്ന് അതിൻ്റെ കൊമ്പെടുത്ത്, ആ കൊമ്പ് ഇപ്പോൾ കൃഷി നശിപ്പിക്കുന്ന കൊമ്പനാന മാത്രമല്ലോ, പിടിയാനയും ഉണ്ടല്ലോ, പിടിയാനയെ കൊല്ലുന്നില്ല. ആ കൊമ്പെടുത്ത് കൃത്യമായി തിരുവനന്തപുരത്തേക്കോ നേപ്പാളിലേക്കോ അതല്ലെങ്കിൽ കൊൽക്കത്തയിലേക്കോ നൽകുന്ന രീതിയിൽ അത്ര ആനയെ ആ രീതി കൈകാര്യം ചെയ്യണം എന്നുള്ള നിലയിലുള്ളവരാണോ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലുള്ള ജനങ്ങൾ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇവരെ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ് ഇത്. അതല്ലാതെ അതിനെ സപ്പോർട്ട് ചെയ്യുകയല്ല. അത് രാജ്യത്തിലെ ആനയോടുള്ള ഇത്. ശ്രീ ടി യു കുരുവിള, ഐക്കരമറ്റം വാസു ആരാണ് എന്ന് ഈ വാർത്തകളെല്ലാം വന്നല്ലോ, ഇത് സംബന്ധിച്ച അന്വേഷണം നടന്നല്ലോ, മഹാരാഷ്ട്രയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തല്ലോ. ഐക്കരമറ്റം വാസു ആരാണ് എന്ന് താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്ന കോതമംഗലത്തെ താങ്കളുടെ നിയോജകമണ്ഡലത്തിലെ ഈ പ്രതികൾ ആരാണ്? എന്താണ് ഇവരുടെ പ്രവർത്തനം? അവിടുത്തെ ജനങ്ങൾ ലഭിക്കുന്ന വാർത്തകളനുസരിച്ച് അവർക്ക് ഇവരെ പറ്റി ഒരു വിവരവുമില്ല. അവർ പലപ്പോഴും പോകുന്നു, മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നു എന്നല്ലാതെ താങ്കൾ പറയുന്ന പോലെ ആനയെ ഓടിക്കാൻ വേണ്ടി ചെയ്തതല്ല. ആനയെ ഓടിക്കാൻ വേണ്ടി ചെയ്തു എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. അവരിങ്ങനെ ആനയോടുള്ള ആ ഒരു വൈരാഗ്യ ബുദ്ധി തോന്നിയിട്ട് അവസാനം അവർ ഈ നീചപ്രവൃത്തിയിലേക്ക് അവർ ആനയിക്കപ്പെടുന്നു. അങ്ങനെ അവരത് പ്രേരിതരാകുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇത് ആദ്യം ഇത് തുടങ്ങി വെച്ചിട്ട് ഇപ്പൊ അവസാനം അത് ആനയെ കൊന്ന് അതൊരു മുതൽക്കൂട്ടാക്കി മാറ്റുന്നു എന്നുള്ള ധാരണയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ശ്രീ ടി യു കുരുവിള, താങ്കൾ പൂയംകുട്ടി വനത്തിൽ അവിടുന്ന് ഈറ്റ ശേഖരിച്ച് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന് നൽകുന്നത് അടക്കമുള്ള കരാർ വർക്കുകൾ ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ്. ആ വനമേഖലയെ വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് താങ്കൾ. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയില്ലാതെ, അവരുടെ കൂടി അനുമതിയില്ലാതെ ഈ വാഴച്ചാൽ വരെ, പൂയംകുട്ടി മുതൽ വാഴച്ചാൽ വരെ ഏതാണ്ട് തമിഴ്നാട്ടിലെ അതിർത്തി വരെ പരന്നു കിടക്കുന്ന ഈ വനമേഖലയിൽ ഈ രീതിയിൽ 10-27 കൊമ്പന്മാരെ കൊന്ന് കൊമ്പെടുക്കാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എനിക്ക് അതിൽ വിശ്വാസമില്ല. കാരണം കാരണം ആ ഏരിയയില് ഈ പറഞ്ഞ പോലെ ഏരിയ മുഴുവൻ എനിക്ക് അറിയാവുന്നതാണ്. ആ ഏരിയകളിൽ ഇങ്ങനെ ഒരു സൂക്ഷ്മ പരിശോധന നടത്തി അതിനെ സേഫ് ഗാർഡ് ചെയ്യാവുന്ന മേഖലയല്ല. അതുപോലെ ഉള്ള ഏരിയകളാണ്. അവർക്കും എങ്ങനെയെങ്കിലും അതിൽ കയറി പറ്റാവുന്ന ഒരു സ്ഥലമാണ്. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. ഇതാണ് ആ പ്രദേശത്തെ ജനപ്രതിനിധിയുടെ അഭിപ്രായം. ഒരു വനത്തിൽ റിസർവ് ഫോറസ്റ്റിൽ നടന്ന കൊമ്പനാനകളെ വെടിവെച്ചു ഒന്ന് കൊമ്പെടുത്ത് വിൽപ്പന നടത്തുന്നതിനെക്കുറിച്ച്. ശ്രീ ബിനോയ് വിശ്വം, താങ്കൾ വനം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ രീതിയിലാണോ ഇപ്പോൾ നടക്കുന്ന വനസംരക്ഷണത്തിൽ, വന്യമൃഗ സംരക്ഷണത്തിൽ അതിൽ സംഭവിക്കുന്ന ഈ പോരായ്മകളുടെ അടിസ്ഥാന കാരണം എന്താണ്? എങ്ങനെ തിരുത്താം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, LDF ഗവൺമെന്റിന്റെ കാലത്ത് വനങ്ങൾ സംരക്ഷിക്കപ്പെട്ടതും വന്യജീവി സമ്പത്തിനെ സംരക്ഷിച്ചതും ഇത്തരത്തിലായിരുന്നില്ല. അതെല്ലാവർക്കും അറിയാം. അന്ന് അതിനുവേണ്ടി ഉറച്ച നിലപാട് കൈക്കൊണ്ടപ്പോൾ അതിന്റെ പേരിൽ പലപ്പോഴും വിമർശിക്കപ്പെട്ടവനാണ് ഞാൻ. ഒരുപാട് പേർ എന്നെ കല്ലെറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അഭിമാനപൂർവ്വം ഞാൻ പറയുന്നു, വനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, വനസമ്പത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട്, അത് നാടിന്റെയും ഭാവിയുടെയും സ്വത്താണെന്നറിഞ്ഞുകൊണ്ട് അതിനെയെല്ലാം സംരക്ഷിക്കാനുള്ള ഉറച്ച നിലപാട് കൈക്കൊണ്ട ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ് ഞാൻ. എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഗവൺമെന്റ് നല്ല നിലപാട് സ്വീകരിച്ചാൽ, ചാഞ്ചാടത്ത് നിലപാട് സ്വീകരിച്ചാൽ ഉദ്യോഗസ്ഥന്മാർ അതിന്റെ കൂടെ നിൽക്കും. അവർ നോക്കും, ഗവൺമെന്റും മന്ത്രിയും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കും. ആദ്യത്തെ ഒരു 5-6 മാസം ആ നോട്ടത്തിന്റെ കാലമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കുമോ, അത് വെറും വർത്തമാനം മാത്രമാണോ എന്നൊക്കെ നോക്കുവർ. നോക്കി അവർക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, എന്റെ അനുഭവത്തിൽ
രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയെപ്പറ്റി അവർക്ക് ബോധ്യം വന്നാൽ വനം വകുപ്പിലെ മഹാഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാരും അതിന്റെ കൂടെ നിൽക്കും. എന്നാൽ വെറും വർത്തമാനം മാത്രം പറഞ്ഞുകൊണ്ട് അവര് മാഫിയകളോടും വനംവേട്ടക്കാരോടും ആനക്കൊമ്പ് കച്ചവടക്കാരോടും എല്ലാം കൈകോട്ട് പിടിക്കാൻ പോയാൽ ഉദ്യോഗസ്ഥന്മാരെന്ത് ചെയ്യും? എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. അതാണ് ഉദ്യോഗസ്ഥന്മാർ എല്ലാ സ്ഥലങ്ങളിലും. LDFന്റെ കാലത്ത് നല്ലവണ്ണം രാപകൽ ജാഗ്രത വഹിച്ചുകൊണ്ടാണ് ആനവേട്ടക്കാരെയും മറ്റു വേട്ടക്കാരെയും ചന്ദന മാഫിയയെയും വനം മാഫിയയെയും എല്ലാം അടിച്ചമർത്തിയത്. ഈ വാഴച്ചാൽ മേഖലയിലൊക്കെ നടന്ന മൃഗവേട്ട തടയുവാൻ വേണ്ടി എത്രയോ വട്ടം ആ പ്രദേശങ്ങളിലും ചാലക്കുടിയിലും വനം വകുപ്പിലെ ടെറിട്ടോറിയൽ ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ വൈൽഡ് ലൈഫ് ഉദ്യോഗസ്ഥന്മാരെയും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം പ്രത്യേകം വിളിച്ചുകൂട്ടി തിരുവനന്തപുരത്ത് ഉന്നതതല യോഗങ്ങൾ ചേർന്ന് എത്ര ശക്തമായിട്ടാണ് ഞങ്ങൾ അതിനെ നേരിട്ടത്. വ്യക്തമാണ്. ശ്രീ ബിനോയ് വിശ്വത്തിന്റെ കാലത്ത്, ഇടതുപക്ഷത്തിന്റെ കാലത്ത് ചന്ദന കൊള്ള ഏതാണ്ട് ഇല്ലാതായി എന്ന് പറയാം. അതുപോലെ വന്യജീവി വേട്ടയും കുറഞ്ഞു. ശ്രീ ഈസ, താങ്കൾ ഈ മേഖലകൾ സന്ദർശിക്കാറുള്ള ഒരാളാണ്, വനമേഖലയെക്കുറിച്ച് പഠിച്ച ഒരാളാണ്, പ്രൊജക്ട് എലിഫന്റ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരാളാണ്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇപ്പോൾ ആനവേട്ട വർദ്ധിച്ചിരിക്കുന്നത്? അത് ശ്രീ സുനിൽകുമാർ പറഞ്ഞതുപോലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമില്ലായ്മ, ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ മന്ത്രിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തിയില്ലായ്മ, അതുകൊണ്ടാണോ ഇതിങ്ങനെ പടരുന്നത്? ഇത് ആനവേട്ടയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ വേട്ടയാടുന്നതോ ഒരു പുതിയ രീതിയിൽ വന്ന സാധനമൊന്നുമല്ല. ഇതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ചില കാലങ്ങളിൽ വളരെ ഉയർന്ന തലത്തിലേക്ക് എത്തുന്നു, വളരെ വലുത്. കാരണം നമ്മൾ ഒരു ആനവേട്ടയും ഇല്ല എന്ന് ആന ഗവേഷകർ ഉൾപ്പെടെ ഞങ്ങളെപ്പോലുള്ള ഉൾപ്പെടെ പറഞ്ഞിരുന്ന കാലഘട്ടത്തിലാണ് 90-ൽ ഏകദേശം 25-30 ആനകളെ കൊന്നു എന്ന് പറഞ്ഞ ഒരാൾ വന്ന് കുമ്പസാരിച്ചിട്ട് പോയത്. അന്ന് മധുര ജോണി അന്ന് കാട്ടിൽ പോയി മിക്കവാറും ആനകളുടെ ഒക്കെ ഈ സ്കെലിറ്റൻ എവിടെ നിന്നൊക്കെയാണ് വെടിവെച്ചിട്ടതെന്ന് കാണുവാനായിട്ട് എനിക്ക് വനം വകുപ്പ് അനുമതി തന്നിരുന്നു. അവരുടെ കൂടെ പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ പ്രധാന പ്രശ്നം, നമ്മൾ ഓരോ സ്ഥലത്തും എപ്പോഴെങ്കിലും ഒരു ആനവേട്ടക്കാരനെ പിടികൂടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനവേട്ടക്കാരൻ വന്ന അബദ്ധത്തിൽ ചാടുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി വലിയ ചർച്ചകൾ നടക്കും. പക്ഷേ കാര്യമായ നടപടികളിലേക്കൊന്നും വരില്ല. ഇത് സംരക്ഷണത്തിന്റെ ശ്രീ സുനിൽകുമാർ പറഞ്ഞാണ് ശരി. നമ്മളെപ്പോഴും വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സംരക്ഷണ പദ്ധതികൾ മാത്രമേ നടപ്പിലാക്കുന്നത്. നിങ്ങൾ നോക്കുക, പറമ്പിക്കുളത്തുള്ള ഒരു സൗകര്യം തൊട്ടടുത്ത് കിടക്കുന്ന വാഴച്ചാലിലോ അവിടെ ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ടോ? നമുക്ക് ടെറിട്ടോറിയൽ ഒന്നും ഒരു സംരക്ഷണത്തിലുള്ള വ്യക്തമായിട്ടുള്ള പ്ലാൻ ഇല്ല. അതേപോലെ തന്നെയാണ് ഈ ലാൻഡ്സ്കേപ്പ് ലെവൽ. ഇപ്പോ മലയാറ്റൂരെന്നോ അല്ലെങ്കിൽ വാഴച്ചാലെന്നോ ചാലക്കുടിയെന്നോ എന്നുള്ളതിന് പകരം തുടർച്ചയായി കിടക്കുന്ന ആ വന വിഭാഗത്തെ ഒറ്റയായി കണ്ടുകൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ നമുക്കുണ്ടാക്കണം. ആ പ്രൊട്ടക്ഷൻ പ്ലാനിൽ ഇന്റലിജൻസിന്റെ വലിയൊരു നമുക്കില്ല. ഇന്റലിജൻസ് വിങ് നമുക്കുള്ളത് ഫ്ലൈങ് സ്ക്വാഡാണ്. ഫ്ലൈങ് സ്ക്വാഡ് പലപ്പോഴും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനോ മറ്റുള്ളതിന് മാത്രമാണ് സഹായിക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ വനം സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുള്ളൂ. അതും പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം. പിന്നെ നമ്മള് ഇത് ശരിക്ക് ആളുകളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ കുറെ വർഷങ്ങളായി നോക്കിയാൽ വനം വകുപ്പ് ജീവനക്കാരിൽ നിന്ന് ധാരാളം പേര് കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇവരെന്തുകൊണ്ട് കൊഴിഞ്ഞു പോകുന്നു? ഞാൻ അയാളെ കണ്ടിരുന്നു. അയാളെ വനം വകുപ്പിൽ തന്നെ പ്യൂണായിട്ട് വർക്ക് ചെയ്യണം. മുമ്പ് ഫോറസ്റ്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് 10 തൊട്ട് 5 വരെ ജോലി ചെയ്താൽ മതി. 24 മണിക്കൂർ ഒരു 365 ദിവസം ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ആരുടെയും ചീത്ത കേൾക്കേണ്ട, വളരെ സുഖകരമായിട്ടുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് സാർ ഞാൻ പോകുന്നത് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമുക്കുള്ള വേണ്ടത് നിയമന രീതി മുതൽ നമുക്കൊരു ആറ്റിറ്റ്യൂഡ്. വ്യക്തമാണ്. വനം വകുപ്പ് ജീവനക്കാരെ നിയമിക്കുന്നതിലും അവരുടെ സമീപനത്തിലും കാഴ്ചപ്പാടിലും മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ശ്രീ പെരുവന്താനം ജോൺ, TU കുരുവിള MLA പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. എന്തുകൊണ്ട് ആനവേട്ട, എന്തുകൊണ്ട് അത് നടക്കുന്നു? ഏത് മൃഗങ്ങളെയും വെടിവെച്ച് അതിൻ്റെ ഏറ്റവും വിലയേറിയ ശരീരഭാഗം വിൽപ്പന നടത്താൻ കഴിയുന്നു? ഇപ്പോൾ നക്ഷത്ര ആമകൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഒഴുകുകയാണ്. അതുപോലെ തന്നെ കടുവയുടെ എല്ലാ ശരീരഭാഗങ്ങളും ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്, പെരുമ്പാവൂരിൽ നിന്ന്, നെടുമ്പാശ്ശേരിയിൽ നിന്നെല്ലാം പിടികൂടി. അതിൻ്റെ വാർത്തകൾ വന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? കേരളത്തിൻ്റെ പശ്ചിമഘട്ട മലയോരങ്ങളിൽ കയ്യേറ്റക്കാരുടെ കൈവശം ഏതാണ്ട് 7000-ഓളം കള്ളത്തോക്കുകൾ ഇരിക്കുകയാണ്. ഈ തോക്ക് ഇന്ന് ഉണ്ടായതല്ല, വളരെയേറെ വർഷങ്ങളായി അവർ കൈവശം വെച്ച് സൂക്ഷിച്ച് നായാട്ട് നടത്തി പോരുന്നതാണ്.
അത് തലമുറ കൈമാറി പോന്നിട്ടുള്ളതുമാണ്. ആ കള്ളത്തോക്കുകൾ പിടിച്ചെടുക്കാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനോ വനം വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പേരിലാണ് ഇപ്പോഴും കേരളത്തിലെ വനത്തിൽ ഇതുപോലെ നായാട്ട് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്ത് വനം വകുപ്പിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ വെളിപ്പാട് അകലെയാണ് ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആളുകൾ. ഏതാണ്ട് 150ഓളം കരകൗശല വിദഗ്ധന്മാരാണ് ആനക്കൊമ്പ് ഉപയോഗിച്ച് കരകൗശലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇന്നും ഇന്നലെയല്ല കരകൗശല വസ്തു ഉണ്ടാക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ 25 വർഷക്കാലമായി അവർ ആനക്കൊമ്പ് തന്നെ ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി എത്രമാത്രം ആനക്കൊമ്പുകൾ, ആയിരക്കണക്കിന് ആനക്കൊമ്പുകൾ ഒരുപക്ഷെ ഇങ്ങനെ കരകൗശല വസ്തുക്കളാക്കി വിദേശത്തേക്ക് അവർ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഇത് അന്വേഷിക്കാൻ, ഇതേക്കുറിച്ച് ഒരു നടപടിയെടുക്കാൻ, ഒരു കേസ് ചാർജ് ചെയ്യാൻ, ഒരു കുറ്റവാളിയെ കണ്ടെത്താൻ ഇവിടുത്തെ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെടുകാര്യസ്ഥതയും ആ വകുപ്പിൻ്റെ കഴിവുകേടും ഇത് നാദനില്ല കളരിയാണെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇത് മാത്രമല്ല, ഇപ്പോൾ പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഗാർഡുകൾ റിപ്പോർട്ട് പോലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ കയ്യേറ്റക്കാർ ഒന്നടങ്കം പശ്ചിമഘട്ടത്തിലെ വന്യജീവികൾ ഞങ്ങൾക്ക് ഉപദ്രവകാരികളാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. ആനയ്ക്കെതിരെ, കടുവായ്ക്കെതിരെ, കുരങ്ങിനെതിരെ, കാട്ടുപന്നിക്കെതിരെ, സമസ്ത വന്യജീവിക്കെതിരെയും കൃഷിക്കാരെന്നുള്ള പേരിൽ കയ്യേറ്റക്കാർ ആക്രമണത്തിൽ ഒരുങ്ങുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ മത സാമുദായിക പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ നേതൃത്വവും നിൽക്കുകയാണ്. അവരെല്ലാം വോട്ട് ബാങ്കിന്റെ വ്യക്താക്കളാണ്. വന്യജീവികൾക്ക് വോട്ടവകാശം ഇല്ലാത്തതുകൊണ്ട് വോട്ടവകാശം ഇല്ലാത്ത വന്യജീവികളുടെ കാര്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് യാതൊരു വേവലാതിയും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ഇവിടെ പശ്ചിമഘട്ടത്തിലെ വന്യജീവികളെയും വനത്തെയും സംരക്ഷിക്കണമെങ്കിൽ ഈ ഇന്നത്തെ വനം വകുപ്പിന്റെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ നാഷണൽ ക്രൈം ബ്യൂറോയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ വന്ന് ആനവേട്ടയെക്കുറിച്ച് അന്വേഷണം നടത്തി മടങ്ങിപ്പോയിട്ട് പോലും ഇവിടുത്തെ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാഷണൽ ക്രൈം ബ്യൂറോയെ സമീപിക്കും എന്നാണ്. അവരിവിടെ വന്ന് മടങ്ങിപ്പോയ കാര്യം പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ. വളരെ വ്യക്തമാണ് ശ്രീ പെരുവന്താനം ജോൺ സൂചിപ്പിക്കുന്നതും ഈ വനം വകുപ്പിൻ്റെയും അലംഭാവം, ഒപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതിന് ഒത്താശ ചെയ്യുന്നത്. ശ്രീ VS സുനിൽകുമാർ, ഏറ്റവും കൂടുതൽ ആനകളെ വെടിവെച്ചു എന്ന് പറയുന്ന ഐക്കരമറ്റം വാസു മഹാരാഷ്ട്രയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ഐക്കരമറ്റം വാസു മഹാരാഷ്ട്രയിൽ ഉണ്ട് എന്ന് മനോജ് എന്നയാൾ മലയാറ്റൂർ DFOയെ ഫോണിൽ വിളിച്ചറിയിക്കുന്നു. ഐക്കരമറ്റം വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം വാസുവിൻ്റെ സഹോദരിയെയും ഭർത്താവിനെയും അറസ്റ്റ് ചെയ്യുന്നു. അവരിൽ നിന്നൊരു പഴയ മൊബൈൽ പിടിച്ചെടുക്കുന്നു. വാസുവിൻ്റെ മൊബൈലിൽ 2 മൊബൈൽ മഹാരാഷ്ട്രയിൽ പോലീസ് കണ്ടെത്തി. പക്ഷേ 2ലും സിം ഉണ്ടായിരുന്നില്ല. ആരെ വിളിച്ചിരുന്നു, ആരാണ് ഇതിന് പിന്നിൽ, ഇതെല്ലാം ഇപ്പോഴും രഹസ്യമായി തുടരുന്നു. മാത്രമല്ല അവിടുത്തെ MLA ശ്രീ TU കുരുവിളയെ പോലുള്ളവർ പറയുന്നത് ഇത് ജനങ്ങളുടെ ആനയ്ക്കെതിരായ ഒരു പ്രതിഷേധം എന്ന നിലയിലാണ്. എന്താണ് ഇത് മറികടക്കാൻ കഴിയാതെ പോകുന്നത്? പെരുവന്താനം ജോൺ പറയുന്നത് പോലെ രാഷ്ട്രീയ നേതൃത്വം, വന്യജീവി മാഫിയ, ആനക്കൊമ്പ് കച്ചവടക്കാർ, ഇതെല്ലാം ചേർന്ന് തിരുവനന്തപുരത്തും വനമേഖലയിലും ഒരുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ട്, എങ്ങനെ തിരുത്താം? എൻ്റെ പ്രിയങ്കരനായിട്ടുള്ള ആളാണ് കുർളാഞ്ചേട്ടൻ TU കുരുവിള. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് ഒരു യോജിപ്പില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അപലപനീയമാണ്. കാരണം ഈ തെരുവ് പട്ടികൾ ജനങ്ങളെ കടിക്കുന്നു എന്നുള്ളത് കൊണ്ട് പട്ടികളെ വെടിവെച്ചു കൊല്ലണമെന്ന് പറയുന്ന ലാഘവത്തോടു കൂടി ആനകളെ വെടിവെക്കുന്നു, കാട്ടുമൃഗങ്ങളെ വെടിവെക്കുന്നു എന്ന് ഈ പെരുവന്താനം പറഞ്ഞ ആ നിലയിലേക്ക് ആളുകൾ എത്തുന്ന ജനപ്രതിനിധികൾ പോലും ആ അഭിപ്രായം രൂപപ്പെടുത്തുന്നത് വളരെ അപകടത്തിലേക്കാണ് കേരളത്തിന്റെ പരിസ്ഥിതി കൊണ്ടെത്തിക്കാൻ പോകുന്നത്. കാരണം ആനകളുടെയും വന്യജീവിയുടെ ആവാസ കേന്ദ്രത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയതാണ്. അവരുടെ സ്വന്തം ആവാസ കേന്ദ്രത്തിൽ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കൃഷിയിടത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അത് പഠിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം പലപ്പോഴും ഈ വന്യമൃഗങ്ങളും ജനങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മനുഷ്യരുടെ കൂടെ നിൽക്കുകയും അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആനകളെ വെടിവെക്കാനും ഒക്കെയുള്ള ഉത്തരവിലേക്കൊക്കെ കാര്യങ്ങൾ പോയാൽ നമ്മുടെ നാട് എവിടേക്ക് എത്തിച്ചേരാൻ പോകുന്നത്? ശാസ്ത്രീയമായ ഒരു സമീപനം ഈ സർക്കാരിനും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വേണ്ടേ? അതിന് പകരം കൃഷിക്കാരെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ഐക്യരവാസവും സംഘവും നടത്തിയിരിക്കുന്ന ആനവേട്ടയെ ന്യായീകരിക്കുന്നത് അപലപനീയമാണ്. രണ്ടാമത്തെ ഈ ഐക്യരവാസു എന്ന് പറയുന്ന ആൾക്ക് ആത്മഹത്യ ചെയ്തതോടുകൂടി കേസ് കെട്ടിപ്പൂട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഐക്യരവാസു അവിടെ ഉണ്ട് എന്ന കാര്യം മനോജ് എന്ന് പറയുന്ന മൂവാറ്റുപുഴക്കാരനായിട്ട് ഒരാളുടെ പൈനാപ്പിൾ തോട്ടത്തിൽ എങ്ങനെ വാസു എത്തിപ്പെട്ടു? 1 മാസമായി വാസുവിനെ സൂക്ഷിച്ച മനോജ് എന്താണ് ചെയ്യുന്നത്? മനോജിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? അയാളെ പരിചയപ്പെടുത്തിയത് ആരാണ്? എങ്ങനെയാണ് ഈ ഐക്യരവാസു മരിച്ചത്? ഐക്യരവാസുവിന്റെ മൊബൈൽ ഫോണിലെ സിം കാർഡ് എവിടെ പോയി? ഐക്യരവാസു കഴിഞ്ഞ 1 മാസക്കാലമായി ആരൊക്കെ വിളിച്ചിട്ടുണ്ട്? ഏതൊക്കെയാണ് അതിന്റെ ബിസിനസ്? ആരൊക്കെ കോണ്ടാക്ട് ചെയ്തിരിക്കും? തുടങ്ങിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല.
അപ്പോൾ ഒരു അന്വേഷണം നടത്തുക, ഐക്കര വാസു എന്ന മുഖ്യപ്രതി എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചു. ആ ഐക്കര വാസുവാണ് മുഖ്യപ്രതി. ശനിയാഴ്ച മലയാള DFO വിവരം കിട്ടി. എന്നിട്ട് അവിടെ പോയി പിടിക്കുകയോ ജീവനോടെ പിടിക്കുന്നതിന് പകരം ഇവിടെ കോഴിക്കോടും പാലക്കാടും തൃശ്ശൂരും കാവലിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ. ഐക്കരവാസു ഇപ്പോൾ വരും, വന്ന് ചാടുമെന്ന് കരുതി. അപ്പോഴാണ് ഐക്കരവാസു മരിച്ചു എന്ന് പറയുന്നത്. ഐക്കരവാസു മരിച്ചു എന്ന് അറിഞ്ഞിട്ട് ഇവിടെ കാവൽ നിൽക്കുകയാണ്. ഇതൊക്കെ നാടകങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, വ്യാപം അഴിമതിയെ പോലെയുള്ള ഒരു മിനിയേച്ചറാണിത്. പ്രാദേശിക നേതാക്കന്മാർ പോലും ഈ വേട്ടക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് വേട്ട അവിടെ നടക്കും. ഗവൺമെന്റിന് ഇച്ഛാശക്തി വേണം. ഇവിടെ വോട്ട് ബാങ്ക് മാത്രം, ഇവിടെ നേരത്തെ പെരുവന്താനം സൂചിപ്പിച്ച പോലെ കുരങ്ങിനും ആനയ്ക്ക് വോട്ടില്ല എന്ന് കരുതി ശ്രീ വി എസ് സുനിൽകുമാർ, അങ്ങനെയാണെങ്കിൽ ഇത് വനം വകുപ്പ് മാത്രം അന്വേഷിക്കേണ്ട ഒരു കേസാണോ? കാരണം വനം വകുപ്പിൻ്റെ ഒരു സഹായം, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയാണ് ഈ ആനയെ വെടിവെച്ചിരിക്കുന്നത്, ആനയുടെ കൊമ്പെടുത്തിരിക്കുന്നത് എന്ന് തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ഇതുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ തെളിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോലീസിൻ്റെ ചുമതല എന്താണ്? പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്തമായി അന്വേഷിച്ചാൽ പോലും ഇതാണ് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെയും രീതിയെങ്കിൽ ഈ ആനക്കൊമ്പ് കൊള്ളക്കാരെ നിലയ്ക്ക് നിർത്താനോ ഇല്ലാതാക്കാനോ കഴിയുമോ? അല്ല, ഇത് സത്യം പറഞ്ഞാൽ രാജസ്ഥാനിലെ സരിസ്ക എന്ന് പറയുന്ന സ്ഥലത്ത് 7 കടുവകളെ വെടിവെച്ച് കൊന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ടിടപെട്ടാണ് യോഗം വിളിച്ചുകൂട്ടി അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഇവിടെ ഷെഡ്യൂൾ 1-ൽപ്പെട്ടിരിക്കുന്ന 28 ആനകളെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ അതിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ധനം വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രി ഇടപെടണം. നേരത്തെ ഞാൻ തന്നെ നിയമസഭയിൽ ചോദിച്ചപ്പോൾ നമ്മുടെ വനം വകുപ്പ് മന്ത്രി പറഞ്ഞെന്താ, തെക്കേ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരെ യോഗം വിളിക്കാൻ പോകുന്നു എന്ന്. ഉമ്മൻചാണ്ടി ഒരു അക്ഷരം വേണ്ടിയില്ലല്ലോ. ഇവിടെ പിന്നെ വനഭൂമി പോലും കൃഷിക്കാർക്ക് വഹിച്ചു കൊടുക്കാൻ വേണ്ടി അമിത വ്യഗ്രത കാണിക്കുന്ന ഉമ്മൻചാണ്ടി ബഹുമാനായിട്ട് മുഖ്യമന്ത്രി, അത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും ഒരു യോഗം വിളിക്കാത്തത്? എന്തുകൊണ്ടാണ്? അപ്പോൾ ഗവൺമെന്റ് ഇതിനകത്ത് ഇച്ഛാശക്തി വേണം. ആന എന്ന് പറയുന്നത് കൃഷി നശിപ്പിക്കാൻ വരുന്ന ഒരു മൃഗം മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ പരിസ്ഥിതി മേഖലയിൽ നമ്മൾ ഇന്ത്യൻ ആന എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഈ വന്യജീവി നമ്മുടെ പരിസ്ഥിതി രംഗത്ത് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ്. വളരെ വ്യക്തമാണ്. വി എസ് സുനിൽകുമാർ പറയുന്നത് വളരെ ശരിയുമാണ്. നാട്ടിലെ കൊള്ളയെല്ലാം ഏതാണ്ട് അവസാനിച്ചു. ഇനിയിപ്പോൾ കാട്ടിൽ നിന്ന് ആനയെയും കടുവയെയും വെടിവെച്ച് പിടിക്കാനും വിൽപ്പന നടത്താനും നക്ഷത്ര ആമകളെ കച്ചവടം നടത്താനും ഉമ്മൻചാണ്ടി സർക്കാർ തിരിയുകയാണോ ഒരുങ്ങുകയാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് 20-ലേറെ ആനകൾ കേരളത്തിലെ റിസർവ് വനത്തിൽ കൊല്ലപ്പെട്ടതും അതിൻ്റെ കൊമ്പ് വിൽപ്പന നടത്തിയതും അന്വേഷണം എങ്ങും എത്താത്തതും. വളരെ നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ, ശ്രീ ജോൺ പെരുവന്താനം, ഡോക്ടർ ഈസ, മുൻ വനം മന്ത്രി ശ്രീ ബിനോയ് വിശ്വം, TU കുരുവിള MLA ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.